എന്തൊരു കരുതലാണ് സംസ്ഥാന സർക്കാരിന് ബി.ജെ.പിയോട്. ഇതാ വീണ്ടും ഒരു തെളിവ് കൂടി പുറത്തു വന്നിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ഏത് നിമിഷത്തിലും നഷ്ടപ്പെടാം ബി.ജെ.പിക്ക് എന്ന അവസ്ഥയിലാണ്. ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഭരിക്കുന്നത്. 2 തവണ പ്രതിസന്ധി നേരിട്ടപ്പോഴും സഹായിക്കാൻ ഓടിയെത്തിയത് സംസ്ഥാന സർക്കാരായിരുന്നു. ഒന്ന്, കാപ്പ കേസിൽ ജയിലിൽ കിടക്കുന്ന സൂദന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട്. രണ്ടാമത്, തുടർച്ചയായി 3 തവണ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തതിനാൽ കൗൺസിൽ സ്ഥാനം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു സൂദന്. അപ്പോൾ ലീവ് അനുവദിച്ചു. ആഭ്യന്തര വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒന്നിച്ചു ചേർന്നു. കെ.എം. ഷാജിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗിൻ്റെ നേതാവ് എന്നോർക്കണം. അപ്പോഴും രക്ഷിച്ചെടുത്തു സുഗതനെയും കൗൺസിൽ ഭരണത്തെയും ബി.ജെ.പി. ഭരണത്തെയും. ഇതൊക്കെ നടന്നു. അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളൊന്നും ചെയ്തില്ല, നിയമപരമായ കാര്യങ്ങൾ പോയി എന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒരു ബന്ധവും ബി.ജെ.പിയുമായിട്ടില്ല എന്നാണ്. ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ഒരുപാട് നടന്നിരുന്നു, ഈ ലീവ് അപേക്ഷയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും. ആ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ രേഖകൾ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷ നൽകി. അതിന് നൽകിയ മറുപടിയാണ് ഏറെ വിചിത്രം. വിവരാവകാശ നിയമം 2025 വകുപ്പ് 8(1)(j) പ്രകാരം തടങ്കലിലായ വ്യക്തിയുടെ ക്രിമിനൽ ചരിത്രവും വ്യക്തിഗത വിവരങ്ങളും പ്രസ്തുത അപേക്ഷകന് നൽകുന്നത് ആ വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ജില്ലാ പോലീസ് മേധാവി, ജില്ലാ മജിസ്ട്രേറ്റ്, അഡ്വൈസറി ബോർഡ് എന്നിവർ സർക്കാരിലേക്ക് സമർപ്പിക്കുന്ന രഹസ്യ റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും വിവരാവകാശ നിയമം 2005 വകുപ്പ് 8(1)(e) പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള വിശ്വസ്തത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈമാറുന്നവയാണ്. ഇതാണ് മറുപടി. വിശദമായ മറുപടിയാണ്. അതിൽ ഒരു പാരഗ്രാഫ് മാത്രമാണ് വായിച്ചത്. ഇതിലെന്താണ് രഹസ്യമുള്ളത്? ഇതെല്ലാം പുറത്തു വന്ന കാര്യങ്ങളാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകി ഫയലിൽ, അതാണ് അറിയേണ്ടത്. എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നത്? സുഗതൻ ജയിൽ സൂപ്രണ്ടിന് അപേക്ഷ നൽകുന്നു. അപേക്ഷ ആഭ്യന്തര വകുപ്പിലേക്ക് അയക്കുന്നു. ആഭ്യന്തര വകുപ്പ് ഇതേക്കുറിച്ച് വിവരമറിയുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അയക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഒരു കുറിപ്പിടുന്നു. ആ അപേക്ഷയിൽ ലീവിന് അപേക്ഷിക്കാം. ലീവിന് ജയിൽ സൂപ്രണ്ട് വഴി അപേക്ഷ നൽകിയാൽ കൗൺസിൽ യോഗം അത് പാസ്സാക്കിയാൽ അത് അവധിയായി കണക്കാക്കും, കൗൺസിൽ സ്ഥാനം നഷ്ടപ്പെടില്ല എന്ന്. ആരും ചോദിച്ചിട്ടില്ല, ആരും പറയാതെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് അത്തരമൊരു കുറിപ്പ് പോകുന്നു. ആഭ്യന്തര വകുപ്പ് കിട്ടിയ പാടെ വായിച്ചു പോലും നോക്കാതെ അത് അംഗീകരിച്ചുകൊണ്ട് കത്ത് നൽകുന്നു കോർപ്പറേഷന്. ആ കത്ത് ഉയർത്തിപ്പിടിച്ചാണ് സുഗതൻ്റെ അവധി അപേക്ഷ പാസ്സാക്കി എടുത്തത് കോർപ്പറേഷൻ കോൺഗ്രസ്സുകാരനായ സ്വതന്ത്രനായി ജയിച്ച ഒരു കൗൺസിലറുടെ പിന്തുണയോടുകൂടി. എന്തൊരു കരുതലാണോ എന്ന് നോക്കണം. ആ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ എന്താണ് തെറ്റ്? ആ ഫയലുകൾ പുറത്തുവിടുന്നതിൽ എന്താണ് തെറ്റ്? അതിലെന്താണ് ഇത്ര രഹസ്യമുള്ളത്? രാജ്യരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും അതിലുണ്ടോ? അല്ലെങ്കിൽ ജയിൽ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ? കാപ്പ കേസിൽ കിടക്കുന്ന പ്രതിയുടെ വിവരങ്ങൾ ചോദിക്കുന്നില്ല. കാപ്പ കേസിൽ കിടക്കുന്ന പ്രതിയെക്കുറിച്ച് ചോദിക്കുന്നില്ല. ഈ നടപടിക്രമങ്ങൾ, അതിൻ്റെ ഫയലുകൾ, അതാണ് ആവശ്യപ്പെടുന്നത്. അത് നൽകാതെ, അതിൻ്റെ പകർപ്പ് നൽകാതെ എന്തിനാണ് ഒളിച്ചുകളി നടത്തുന്നത്? എന്ന് വെച്ചാൽ നടക്കാൻ പാടില്ലാത്തത് എന്തോ നടന്നിട്ടുണ്ട്. ആരോ എന്തൊക്കെയോ ഇതിൽ കുറിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ കൈപ്പടയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകാം ഫയലുകളിൽ. അത് ബി.ജെ.പിക്ക് അനുകൂലമാകാം. കെ.എം. ഷാജിയും രമേശ് ചെന്നിത്തലയുമാണ് മന്ത്രിമാർ, ആഭ്യന്തര വകുപ്പ് മന്ത്രിമാർ. ഇനിയിപ്പോൾ അതിനു മുകളിൽ ആരെങ്കിലും ഫയൽ കാണുകയോ വല്ല നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. ഇതൊക്കെ ആരെ സംരക്ഷിക്കാനാണ് എന്ന് നോക്കണം. ബി.ജെ.പിയെ സംരക്ഷിക്കാൻ, ബി.ജെ.പി ഭരണം നിലനിർത്താൻ ബി.ജെ.പിയെക്കാളും കഷ്ടപ്പെടുന്നത് കോൺഗ്രസും UDF-ഉമാണ്. അതാണ് പ്രശ്നം. അതിന് തെളിവാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ ഇതാ പിടിച്ചോളൂ രേഖകൾ എല്ലാം എന്ന് പറഞ്ഞ് കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ കാപ്പ കേസ് പ്രതിയായ സുഗതന്റെ, ഗുണ്ടാ ആക്ട് പ്രകാരം ജയിലിൽ കിടക്കുന്ന സുഗതന്റെ വ്യക്തിപരമായ വിവരങ്ങൾ ആർക്കാണ് അറിയാത്തത്? എത്ര കേസുണ്ട്, ഏതാണ് കേസ്, ആരാണ് പ്രതികൾ, ആരാണ് പരാതിക്കാരൻ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അതൊക്കെ ഡൊമൈനിൽ, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അതിലെന്താണ് ഇത്ര രഹസ്യമുള്ളത് എന്ന് വെച്ചാൽ ഫയലിൽ ചില എഴുത്തുകൾ, കുറിപ്പുകൾ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും. അത് പുറത്തു വരുന്നത്
ഭയമുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മന്ത്രിമാർക്ക്. BJPയെ സംരക്ഷിക്കാൻ, രക്ഷിക്കാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ ആ ഫയലിൽ കിടക്കുന്നുണ്ട്. എത്ര കാലം ഇത് രഹസ്യമാക്കി വെക്കും? ഇന്നല്ലെങ്കിൽ നാളെ ഇത് പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം BJPയും UDFും മുസ്ലിം ലീഗുമായിട്ട് പോലും അന്തർധാര. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളം ഭരിക്കുന്നത് കോൺഗ്രസോ UDFോ അല്ല, BJP ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്.